സാർ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് CJPയുടെ ആദ്യ പ്രതിഷേധം ദില്ലിയിൽ അരങ്ങേറുന്നതും അത് പാളിപ്പോകുന്നത് കണ്ടതായിരുന്നു. ഉം, ഉം, അതുപോലെ തന്നെ CJP അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ വന്നപ്പോൾ മില്യൺസ് ഓഫ് ആളുകൾ, 20 മില്യൺ അത്രയും ആളുകളുടെ ഒരു സപ്പോർട്ട് ആദ്യം തന്നെ വരുന്നത് കണ്ടതാണ്. സോഷ്യൽ മീഡിയ സപ്പോർട്ടാണ് അതെല്ലാം. അതുപോലെ ഉം. തന്നെ അണ്ണാമല BJP വിട്ടു വന്ന് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന് തുടക്കം കുറിച്ചപ്പോൾ 14 ലക്ഷം പേരാണ് അണ്ണാമലയോടൊപ്പം ചേർന്നത്. ഉം. അപ്പോ പാറ്റ അല്ലെങ്കിൽ CJP രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പാളിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. BJPയുടെ ആ ഒരു പിന്തുണയില്ലാതെ അണ്ണാമലൈ ഒരു പൊളിറ്റിക്കൽ ഈ തുടങ്ങി വെച്ച മൂവ്മെന്റ് ഇനി എന്തായിരിക്കും അവസ്ഥ അണ്ണാമലയുടെ? ഇതുപോലെ CJPക്ക് ഉണ്ടായതുപോലെ ഉണ്ടാകുമോ? അതോ അണ്ണാമലയ്ക്ക് മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുമോ? അണ്ണാമല ഒരു വളരെ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായിട്ട് മാറി. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ജനങ്ങളെ ഇങ്ങനെ അണിനിരത്തി, ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടൊന്നുമുള്ള പ്രകടനത്തിന് അദ്ദേഹം മുതിരില്ല. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഇന്ത്യക്കകത്തു നിന്ന് തന്നെയാണ്. 14 ലക്ഷമൊക്കെ ക്രോസ് ചെയ്തു ഇപ്പോൾ. അത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഒരു പോർട്ടലുണ്ട്, അതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കോക്രോച്ച് പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ അത് ഒരു വലിയ മിസ്റ്ററിയാണ്. ഇത് എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു എന്നുള്ള ഒരു ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതില് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോളോവേഴ്സ്, അവരുടെ ഹാൻഡിലിൽ രജിസ്റ്റർ ചെയ്ത ഫോളോവേഴ്സിന്റെ നല്ലൊരു ശതമാനവും 70% പാകിസ്ഥാനിൽ നിന്നാണ്. ബാക്കി കുറേയൊക്കെ 9% പേരാണ് ഇന്ത്യയിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് കേരളത്തിലെ മെറൈൻ ഡ്രൈവില് പാർട്ടി വിളിച്ചു കൂട്ടിയ യോഗത്തിന് ഒരു മനുഷ്യന് പോലും എത്താതിരുന്നത്. ഇന്നലെ അവരുടെ നേതാവ് ദീപ് കെ വരും എന്ന് പറഞ്ഞിട്ട് ഈ ജന്തർ മന്ദറിൽ വന്നത് ഈ പറഞ്ഞ പോലെ പഴയ ആം ആദ്മി പാർട്ടിയുടെ ഫോളോവേഴ്സും അർബൻ നെക്സലൈറ്റ്സും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അവരുടെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം അവരെങ്ങനെയുള്ള ആളുകളാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫിക്സഡ് ഔട്ടായി. അവരൊരു ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല ഇന്ത്യയിൽ. അവരിപ്പോ ഈ CBSE ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ ഇവാലുവേഷൻ, അതുപോലെ നീറ്റ് പരീക്ഷയുടെ ഫെയിലിയർ, അതുപോലെ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, ഇതിലൊക്കെ ഗവൺമെന്റിന് നേരിട്ട സെറ്റ് ബാക്ക് മുതലാക്കിക്കൊണ്ട് ആ ഒരു ഇതിൽ പ്രചരണം നടത്തുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യമാണ്. മിക്കവാറും പ്രധാന ഈവൻ അതർവൈസ് മന്ത്രിസഭയിൽ നിന്ന് മാറ്റും എന്നുള്ളതിൽ ഉറപ്പാണ്. അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവും. ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസഭയ്ക്ക് പുറത്തു പോകും, വേറെ ഏതെങ്കിലും പണിയിലേക്ക് മാറ്റും. അതല്ലാതെ അവർക്ക് വ്യക്തമായ ഒരു പദ്ധതിയോ പരിപാടിയോ ഒന്നുമില്ല. എവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു അഡ്വാൻറ്റേജും എന്തിനും ആൾക്കൂട്ടത്തെ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഗൗരവമായ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് ആള് കൂടുന്നില്ലേ ഒരു എന്റർടൈൻമെന്റ് കാണാനായിട്ട്, അതേപോലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വന്നാൽ ആള് കൂടും. പക്ഷെ ഈ കോക്രോച്ചസ് പാർട്ടിക്ക് ഇവിടെ കൂടാൻ ആൾക്കാർ കൂടാത്തതിന്റെ കാരണം ആൾക്കാർ അതിന് അത്രമാത്രം ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളൂ. അയാളുടെ നേതാവിനെ പറ്റിയിട്ടൊന്നും ജനങ്ങൾക്ക് അറിയില്ല. അയാൾ ആം ആദ്മി പാർട്ടിയുടെ മുൻകാല പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. എന്താണ് അയാളുടെ സിൻസിയറിറ്റിയുടെ ലെവൽ എന്തോരം ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പാടില്ലല്ലോ. പക്ഷെ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെങ്കിലും അദ്ദേഹത്തിന് വളരെ സ്വാധീനമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ല, ആരും അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. തമിഴ്നാട്ടില് രാഷ്ട്രീയം അറിയാവുന്ന, തമിഴ്നാട്ടിലെ പത്രം വായിക്കുന്ന, കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അണ്ണാമലയെ അറിയാം. അണ്ണാമലയെ മുഖാന്തരം അവർ BJPനെ അറിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അണ്ണാമല അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവുമായിട്ട് മുമ്പോട്ട് പോകും. ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ സമ്മതിക്കും. അതിന് അദ്ദേഹത്തിന് പോലീസ് സെക്യൂരിറ്റിയോ പ്രൊട്ടക്ഷനോ ഒന്നും ആവശ്യമില്ല. ജോസഫ് വിജയിനെ പോലെ വലിയ ഒരു കോടികൾ വില മതിക്കുന്ന രഥത്തിലല്ല അദ്ദേഹം യാത്ര ചെയ്യുക. അദ്ദേഹം മിക്കവാറും സാധാരണക്കാരന്റെ വാഹനമായ കാറിലോ
അതല്ലെങ്കിൽ വാനിലോ അങ്ങനെ യാത്ര ചെയ്തിട്ടായിരിക്കും ജനങ്ങളെ കാണുക. ആൾക്കൂട്ടം സ്വയം വന്നു ചേരുന്ന ആൾക്കൂട്ടമായിരിക്കും. ആരെയും അദ്ദേഹം നിരാശരാക്കില്ല. ഇത് കാരണം ഇതിനു മുമ്പ് നടത്തിയ യാത്രകളിലെല്ലാം അദ്ദേഹത്തിന് നല്ല പ്രതികരണമാണ് ലഭിച്ചത്, നല്ല സ്വീകരണമാണ് ലഭിച്ചത് എല്ലായിടത്തും. പിന്നെ ബി ജെ പിക്ക് എന്തുകൊണ്ട് സീറ്റ് നേടാൻ കഴിഞ്ഞില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് കാരണം എല്ലാവർക്കും അറിയാം. അണ്ണാമലയ്ക്ക് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ, അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ജനകീയ വികാരങ്ങൾ മനസ്സിലാക്കാനായിട്ട് പരാജയപ്പെട്ടു. അതല്ലെങ്കിൽ അവർ അണ്ണാമലയെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു ആ പാർട്ടിയുടെ നേതൃത്വം. അത് ചെയ്തില്ല. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കേവലം ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത്. അവരുടെ സീനിയർ നേതാക്കന്മാർ മുഴുവൻ, അതായത് വലിയ ജനസ്വാധീനം ഉണ്ടെന്ന് അറിയുന്ന സ്വയം വിശേഷിപ്പിക്കുന്നവരൊക്കെ തോറ്റുപോയി. ഉദാഹരണത്തിന് തെലങ്കാന ഗവർണറായിരുന്നു തമിഴിസൈ സൗന്ദരരാജൻ, അവർ തോറ്റു. അതുപോലെ വനതി ശ്രീനിവാസൻ കോയമ്പത്തൂരിൽ നിന്ന് കഴിഞ്ഞ തവണ ജയിച്ചാണ്, അവർ തോറ്റു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ ഈ സ്വയം മേനി നടിച്ച് നടന്നിരുന്നവർ മുഴുവനും തോറ്റുപോയി. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അണ്ണാമലൈ രംഗത്തുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇത്രയും ഒരു വലിയൊരു പരാജയം ലഭിക്കില്ലായിരുന്നു. കാരണം അണ്ണാമലൈ ആദ്യം തൊട്ട് പറയണത്, നമുക്ക് ആരുമായിട്ട് സഖ്യം ഉണ്ടാക്കാതെ ബി ജെ പി അതിന്റെ ഐഡന്റിറ്റി ഒന്നുകൊണ്ട് മാത്രം ജയിച്ച് കയറാൻ സാധിക്കണം. ബി ജെ പിക്ക് പറ്റും. പക്ഷെ അതിന് 5-6 വർഷം കൊണ്ട് അധ്വാനം ചെയ്ത് ജനങ്ങളെ അതിന് സജ്ജരാക്കണം. ബി ജെ പിയെ സ്വീകരിപ്പിക്കാനായിട്ട് ജനങ്ങളെ സജ്ജരാക്കണം. അതിനുള്ള സമയമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ അതൊന്നും കൊടുക്കാണ്ട് വെറുതെ ഒരു AIADMK-കാരനായിരുന്നു കഴിഞ്ഞ ദിവസം വരെ, അയാളെ പിടിച്ച് പാർട്ടി പ്രസിഡന്റ് ആക്കി, നയിനാർ നാഗേന്ദ്രനെ. അയാൾക്കോ അതല്ലെങ്കിൽ പിന്നെ ബി ജെ പിന്ന് ഈ അണ്ണാമലയെ എങ്ങനെയെങ്കിലും പുറത്ത് കളയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് തമിഴ്നാട് ബി ജെ പിക്കകത്തുണ്ട്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യോജിക്കില്ല. കാരണം അവര് 42 വയസ്സായ അണ്ണാമലയോട് 60-നും 70-നും പ്രായമൊക്കെ ഉള്ള വയസ്സന്മാർക്ക് തോന്നുന്ന അസൂയ അത് ഒന്നുകൊണ്ട് മാത്രമാണ് അതിനകത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടായത്. അപ്പോൾ ഒരു കാര്യമുള്ളത്, ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ബി ജെ പി തമിഴ്നാട് ഘടകത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു, തമിഴ് ജനങ്ങളെ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് അണ്ണാമലയ്ക്ക് പാർട്ടിക്ക് പുറത്ത് വരില്ല. അഥവാ ബി ജെ പി ഇല്ലെങ്കിൽ അണ്ണാമല പ്രവർത്തിക്കുന്നവിടെ അണ്ണാമലയ്ക്ക് ആവശ്യത്തിന് പിന്തുണയും കിട്ടും, ജനപിന്തുണയും കിട്ടും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ പ്രസിഡന്റ് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിലവിലുള്ള ഓഫീസ് ബെയറേഴ്സ് ആ പാർട്ടി വിട്ട് അണ്ണാമലയോട് കൂടി ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു ചരിത്രം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏതായാലും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നു 1972 DMK-കാര് ഈ MG രാമചന്ദ്രനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ കുറെ പേര് DMK-യിൽ നിന്ന് MGR-നൊപ്പം പോന്നു. കാരണം MGR-നെ അത്രമാത്രം ആരാധിച്ചിരുന്ന ആൾക്കാരാണ് അവർ. MGR-നെ കൂടെ വന്നു. പക്ഷേ അണ്ണാമലയുടെ കൂടെ ഇത്രയും പേര് വരുന്നത്, ഇതിനു മുമ്പ് പലരും കോൺഗ്രസ് പാർട്ടി വിട്ടു പോയിട്ടുണ്ട്, DMK വിട്ടു പോയിട്ടുണ്ട്, AMDK വിട്ടു പോയിട്ടുണ്ട്. അവർക്കൊന്നും ഇങ്ങനെയുള്ള ജനപിന്തുണ കിട്ടിയിട്ടില്ല. ഇത് യഥാർത്ഥ ജനപിന്തുണയാണ് അണ്ണാമലയ്ക്കുള്ളത്. ഒരു ദിവസം കൊണ്ട് വലിയ പബ്ലിസിറ്റി അതൊന്നും കൂടാണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ മെസ്സേജ് വഴി മാത്രം 14 ലക്ഷം ജനങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും, ജനങ്ങളുമായിട്ട് സംവദിക്കും, ജനങ്ങളുമായിട്ട് അദ്ദേഹം ആശയങ്ങൾ പങ്കിടും. അങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടി കാലക്രമേണ ഉയർന്നു വരും. 4-5 വർഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2029 അടുത്ത 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ പ്രസ്ഥാനം. അപ്പോഴത്തേക്ക് അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രൂപാന്തരം പ്രാപിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് തമിഴ്നാട്ടിലെ അണ്ണാമലയുടെയും പിന്നെ ഡൽഹിയിലുള്ള കോക്രോച്ച് പാർട്ടിയുടെയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തീർച്ചയായും സാർ. അപ്പം ഇതിൻ്റെ ഇടയിൽ സാർ പറഞ്ഞ പോലെ ആണെങ്കിൽ ഒരു അണ്ണാമല മറച്ചു വെച്ചിരിക്കുന്ന കുറച്ച് രഹസ്യങ്ങളും ഉണ്ടല്ലോ.
ഇപ്പോൾ മൊത്തത്തിലൊരു ആം, ഒരു കുഴഞ്ഞു മറിഞ്ഞ് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും അണ്ണാമല പറഞ്ഞിട്ടില്ല. ഒരു വിവാദങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അണ്ണാമലയ്ക്കുള്ളിലെ കുറച്ച് രഹസ്യങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടാകുമോ? എന്ത് രഹസ്യം? അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം ഡൽഹിയിൽ പോയത് BJP നേതൃത്വ നിലയിലുള്ളവരെ കാണാനും അവരോട് താൻ പാർട്ടി വിടുകയാണ്, എന്റെ പാർട്ടിയിൽ BJPയിൽ എനിക്ക് നൽകിയ അംഗീകാരത്തിന് നന്ദി പറയാനും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 2025 തന്നെ അദ്ദേഹം ഈ BJP വിടാൻ തീരുമാനിച്ചിരുന്നു. അന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും പിടിച്ചു നിൽക്കണം, അത് കഴിഞ്ഞിട്ട് എന്തുവേണം ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലേ? നല്ലൊരു മാസ്റ്റർ പ്ലാനിലൂടെ തന്നെയാണല്ലേ അണ്ണാമല കടന്നു പോകുന്നത്? അല്ല, അതിപ്പോ ഈ രാഷ്ട്രീയ മൂവ്മെന്റ് അല്ല, പൊളിറ്റിക്കൽ ഒരു സോഷ്യൽ മൂവ്മെന്റ് അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം നല്ല പല അഡ്വൈസേഴ്സൊക്കെ ആയിട്ട് ആലോചിച്ച് എടുത്ത കൂട്ടായ ഒരു തീരുമാനമായിരിക്കണം. ഇതിനകത്ത് രഹസ്യത്തിന്റെ പരിപാടിയൊന്നുമില്ല. ഇതിനകത്ത് പൊളിറ്റിക്സിൽ നമുക്ക് എന്ത് രഹസ്യം സൂക്ഷിച്ചു വെക്കാൻ പറ്റും? ഇന്ത്യ രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള പദ്ധതി വല്ലതാണ്? അതൊന്നും അല്ലല്ലോ. അപ്പൊ അദ്ദേഹം വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് അദ്ദേഹം മുൻപോട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള സാവകാശം നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. മറ്റവർക്ക് റോഡ് മാപ്പ് ഒന്നുമില്ല. എങ്ങനെയെങ്കിലും കേന്ദ്രത്തിലുള്ള ഗവൺമെന്റിനെ താഴെ ഇറക്കുക, അരാജകത്വം സൃഷ്ടിക്കുക, ടോട്ടൽ അനാർക്കി, റൈറ്റ്സ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവർക്ക് കോൺഗ്രസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ലഡാക്കിൽ ഒരു വാങ്ചുക് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അയാൾ പറയുന്നത് അയാൾ പരിസ്ഥിതിവാദിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ദിപ്കാനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എന്താ പറയുക, നിരാഹാരം വയ്ക്കുന്നു പറഞ്ഞു. ഇതൊക്കെ ഒരുമാതിരി അൾട്ടീരിയർ മോട്ടീവോടുകൂടി പറയുന്നതാണ്. അവർക്ക് എന്തൊക്കെയോ ലക്ഷ്യമുണ്ട്, അതിന്റെ പുറത്താണ് അത് നടക്കാൻ പോകുന്നതാണ്. ഇന്നലെ തന്നെ അവർക്ക് അനുമതി കിട്ടുന്ന അവര് തന്നെ വിചാരിച്ചില്ല. ജന്തർ മന്ദറിൽ കുത്തിയിരിപ്പ് നടത്തണം എന്ന് അവർ പറഞ്ഞപ്പോ ജനങ്ങളൊക്കെ വിചാരിച്ച് പോലീസ് അതിന് അനുമതി നിഷേധിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്താണ്ടായ, പോലീസുകാർ അനുമതി കൊടുത്ത് നിങ്ങൾ ഇതുകൊണ്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ ക്രമസമാധാന നില ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല, വയലേറ്റ് ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവര് ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ പല ആംഗിളിൽ നിന്നും ഒക്കെ എടുത്ത് കാണിച്ച് ഒരു വലിയ ക്രൗഡിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. അതാണ് കോക്രോച്ചസ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം. അത് തന്നെ കള്ളത്തരമാണ്. പേരും കള്ളത്തരം, അതേപോലെ അവരുടെ പ്രവർത്തനവും കള്ളത്തരം. ദെൻ ഇന്നലെ ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ അവരുടെ യോഗത്തിന്റെ ടെലികാസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതിനു വേണ്ടിയുള്ള ഒരു മെറ്റീരിയൽ ഇല്ല അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കും അവരത് ഇഗ്നോർ ചെയ്തത്. നമ്മുടെ കേരളത്തിലെ മാപ്രകൾക്ക് മാത്രമാണ് ആവേശം കൊണ്ട് ഈ കോക്രോച്ചസ് പാർട്ടിയെ